എന്റെ ചേട്ടൻ ഒരു പോക്കൃത്തരം കാണിച്ചിട്ടില്ല. ഒരു പോക്കൃത്തരം കാണിച്ചില്ല അല്ലേ? എടി ഞാൻ കുളിമുറി കുളിച്ചോണ്ടിരിക്കുന്നത് ബെഡ്റൂമിൽ കുളിക്കാൻ പറ്റുമോ നിനക്ക്? പറയുന്നതിന്റെ ഇടയ്ക്ക് പറയരുത്. ഞാൻ വെന്റിലേഷൻ വഴി നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു ഷൂ ഷൂ എന്നൊരു ശബ്ദം. ഞാൻ നോക്കിയപ്പോ നിന്റെ ഈ കെട്ടിയോൻ സുഗുണൻ. നീ മാറ്. റെഡി ചേട്ടാ, നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ കൂടെ ഷൂഷു വെച്ചോ? ഞാൻ ഷൂഷു വെച്ചിട്ടില്ല. നീ ശരിക്കും ഓർത്ത് നോക്ക്. ഷൂഷു ആയിരുന്നോ ഷൂ ആയിരുന്നോ? ഷൂഷു എന്ന് തന്നെയായിരുന്നു. ഷൂഷു. ചേട്ടാ സത്യം പറ, നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ? സുധേ, രജനിയുടെ പേര് എനിക്ക് അറിയാമോ? അറിയാം. രജനെ അറിയാൻ മേത്തവരല്ലേ ഷൂഷു എന്ന് വെക്കണ്ടു? സത്യം. എനിക്ക് രജനെ അറിയാം. അതുകൊണ്ട് ഞാൻ എന്തിനു ഷൂഷു വെക്കണം? നിന്റെ പേര് എന്റെ ചേട്ടൻ അറിയാം, പിന്നെ എന്തിനു ചേട്ടൻ ഷൂഷു വെക്കണം? എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്റെ കുളിമുറി വന്ന് ഷൂഷു എന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ശരിയാണോ തെറ്റാണോ? നീ കാണിച്ച ശരിയാണോ? എന്ത്? ഞാൻ വെന്റിലേഷനിൽ കൂടെ നോക്കിയപ്പം നീ കുളിക്കാൻ കയറി വന്നത് ശരിയാണോ? ശരിയാണോ? എന്റെ ചേട്ടൻ വെന്റിലേഷനിൽ കൂടെ നോക്കുന്ന സമയത്ത് മാത്രം നിനക്ക് കുളിക്കാൻ സമയമുള്ളൂ. എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും. ആരടി ചോദിക്കാൻ? അത് ന്യായം. അവിടെ ബാത്റൂം അല്ലേ, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം. ചേട്ടൻ ഞാനൊരു കാര്യം പറയാം, ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും. ഒന്നുമില്ലടി. ഒന്നുമില്ലെന്ന് നിങ്ങളെ കണ്ട്. അയ്യോ, തന്റെ കൊച്ചിന്റെ അച്ഛന്റെ പേരാണ് എഴുതേണ്ടത്. അപ്പൊ തന്റെ പേരല്ലേ ഇവിടെ എഴുതേണ്ടത്? അതാണല്ലോ. അപ്പൊ അതെഴുതിയ പോരെ. കുഞ്ഞപ്പൻ. തന്റെ വീടിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് പറയണേ. വീടിന്റെ ചുറ്റുപാട് ഷാപ്പിന്റെ അവിടെ നിന്ന് നേരെ കയറി പോയി കഴിയുമ്പോഴത്തേക്കും കാലമണ്ടുണ്ട്. ആ കനാൽമണ്ണിൽ നേരെ നടന്നു കഴിയുമ്പോൾ പട്ടമില്ലാത്ത ഒരു പുറപ്പഭൂമി 3 സെന്റ് കിടപ്പുണ്ട്. അതിനകത്ത് വളച്ചു കൂട്ടി ഒരു ഉച്ച മൺകട്ട വെച്ച് പടതേക്കണക്ക് അത്രേ ഉള്ളൂ സെറ്റപ്പ്. എടോ അതല്ല, അഡ്രസ് പറയൂ. കാവനാക്കുടി എഴുതിക്കോ. ഓക്കെ. കാസ്റ്റ്? കാസറ്റ് ഇല്ല, വേണോ 2 CD വാങ്ങിച്ചു തരാം. അപ്പൊ കാസറ്റ് കിട്ടാൻ ഒരിടത്തും കിട്ടാല്ല. വേണം വേണം അന്വേഷിച്ച് നോക്കിയാൽ കാസറ്റ് ഇല്ല. അതൊക്കെ നിർത്തി. എടോ അതല്ല, തന്റെ കുട്ടിയുടെ ജാതി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഇവിടെ തന്നെ പറയേണ്ടത് ജാതി ചോദിക്കരുത്, മതം ചോദിക്കരുത്, പിള്ളേരെ തമ്മിൽ വേർതിരിച്ച് കാണരുത്, പണത്തിന്റെയും ജാതിയുടെയും പേരിൽ പിള്ളേരെ തമ്മിൽ തിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ചേർക്കാൻ പറഞ്ഞ കുട്ടിയുടെ ജാതി ചോദിച്ചാൽ അത് ശരിയാണോ മാഡം? അത് എന്ത് മര്യാദ എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക. എന്റെ കുട്ടിക്ക് ഞാൻ ജാതി പറയത്തില്ല. ഓക്കെ സോറി സാർ. അപ്പൊ കുഴപ്പമില്ല. നിൽക്കാൻ പറഞ്ഞു നില്ലെന്ന് പറഞ്ഞു. എടോ അതല്ല, തനിക്ക് തന്റെ കുട്ടിക്ക് ജാതി ഇല്ല, അതുകൊണ്ട് ഇല്ല എന്ന് എഴുതിയത്. അന്നിൽ നില്ലെന്ന് പറഞ്ഞ ഇല്ലാന്നാണ്. അപ്പൊ ആർക്കറിയാതൊക്കെ? ഭയങ്കര ആദർശവാദിയാണല്ലേ. സെക്സ്? ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വല്ലപ്പോഴൊക്കെ ഉള്ളൂ. നമ്മൾ മാത്രമല്ല, കുടുംബമായിട്ടൊക്കെയാണല്ലോ എന്റെ ഇത്. എടോ സെക്സ് പറ. വലിയ ഇഷ്ടല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ? ഉമ്മയാണെങ്കി ഇപ്പൊ ചോദിക്കട്ടെ. അയ്യോ അതല്ല, നമുക്ക് കല്യാണം കഴിഞ്ഞാലേ എത്ര കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം. ചേട്ടൻ എന്താ ജോലി? ഇപ്പൊ ജോലിയൊന്നുമില്ല. അന്ന ഇപ്പൊ കുട്ടികളില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? ചേട്ടൻ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചേട്ടൻ ഇപ്പൊ ഒരു 10,000 രൂപ സാലറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുട്ടി. അപ്പൊ 20,000 ആണെങ്കിലോ? 2. 30,000 ആണെങ്കിലോ? 3. എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞത്? ചേട്ടന്റെ കയ്യിൽ പൈസ കൂടുന്നതനുസരിച്ച് നമുക്ക് കുട്ടികൾ കൂടും. ആണോ? എന്തായിട്ടാ കീറിക്കളഞ്ഞ? ഇന്നലെ അടുത്ത വിഷു ബമ്പറാണ്. അയ്യോ അതെന്താ? 1ാം സമ്മാനം 1 കോടി രൂപയാണ്. അതങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ അറിയാമോ? പിന്നെ